ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തിയതിന്റെ പുറകിൽ പാകിസ്ഥാൻ തന്നെയാണ് എന്ന കാര്യത്തിൽ അമേരിക്കയ്ക്ക് തെളിവ് കിട്ടിയിരിക്കുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. അമേരിക്കൻ ഇന്റലിജൻസിന് ഇത് സംബന്ധിക്കുന്ന കൃത്യമായ എവിഡൻസുകൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് അമേരിക്കയിലെ ചില പ്രാദേശിക മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ. മാത്രമല്ല, ഞങ്ങൾ ഇന്ത്യക്കൊപ്പം ഉണ്ടാകുമെന്ന് ഇപ്പോൾ അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി തുറന്നു പറഞ്ഞിരിക്കുന്നതും ഇതിന്റെ പശ്ചാത്തലത്തിലാണ്. എന്നുവെച്ചാൽ ഒരു ഭീകരാക്രമണം ഇന്ത്യയിൽ നടക്കുമ്പോൾ ലോകത്തെ വിവിധ ഇന്റലിജൻസ് ഏജൻസികൾ ഇക്കാര്യത്തെക്കുറിച്ച് സസൂക്ഷ്മം നിരീക്ഷിക്കും. ഇന്ത്യയുടെ മാത്രമല്ല, അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും റഷ്യയുടെയും ഒക്കെ ഇന്റലിജൻസ് ഏജൻസികൾ ഈ വിഷയത്തിൽ ആരാണ് ഇതിന്റെ പുറകിൽ എന്നതിനെക്കുറിച്ച് ഉറപ്പായിട്ടും അന്വേഷിക്കാതിരിക്കില്ല. അവർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ശേഖരിക്കാൻ എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്യും. ഇന്ത്യയുടെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പുറകിൽ പാകിസ്ഥാന് പങ്കുണ്ട് എന്നുള്ളത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇന്ത്യ സ്ഥിരീകരിക്കുകയും ലോകത്തോട് തുറന്നു പറയുകയും ചെയ്ത കാര്യമാണ്. അത് മാത്രമല്ല, പാകിസ്ഥാൻ ആ സമയം തൊട്ട് ഇത് നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും പാകിസ്ഥാനിലെ ഭീകരവാദികൾ നടത്തിയ പ്രസംഗം, അവരുടെ മിലിറ്ററി ജനറൽ പറഞ്ഞ കാര്യങ്ങൾ, ഇതെല്ലാം കണക്ട് ചെയ്ത് വരുമ്പോൾ ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇതിൽ പാകിസ്ഥാന് പങ്കുണ്ട് എന്ന കാര്യം. ലോകത്തെ വിവിധ രാജ്യങ്ങളുടെ ഇന്റലിജൻസ് ഏജൻസികൾക്ക് നന്നായിട്ടറിയാം പാകിസ്ഥാനിൽ നിരവധി ഭീകരവാദ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന്. അമേരിക്കയുടെ വ്യാപാര സമുച്ചയം, കെട്ടിടം തകർത്തെറിഞ്ഞ ഭീകരനായിട്ടുള്ള ബിൻ ലാദനെ പിടികൂടിയത് പോലും പാകിസ്ഥാനിൽ നിന്നാണ്. അപ്പോ ഭീകരവാദത്തിന്റെ മൊത്ത കച്ചവടക്കാരാണ് പാകിസ്ഥാൻകാർ, ഹോൾസെയിൽ ഡീലേഴ്സ് ആണെന്ന് തന്നെ പറയാം. അപ്പൊ ഇപ്പോ അമേരിക്കയുടെ ഇന്റലിജൻസ് ഏജൻസികളുടെ റിപ്പോർട്ട് ട്രംപ് ഭരണകൂടത്തിന് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. ട്രംപ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിലും ട്രംപ് അഡ്മിനിസ്ട്രേഷനിലുള്ള എല്ലാവരും, അതിപ്പോ FBI ഡയറക്ടർ ആയിക്കോട്ടെ, അതല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഇന്റലിജൻസ് ഏജൻസികളുടെ എല്ലാം ഡയറക്ടർ ആയിക്കോട്ടെ, അതുമല്ലെന്നുണ്ടെങ്കിൽ അവരുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇപ്പോൾ അവരുടെ പ്രതിരോധ സെക്രട്ടറി ആയിക്കോട്ടെ, എല്ലാവരും ഇന്ത്യക്ക് അനുകൂലമായ സ്റ്റേറ്റ്മെന്റുകളാണ് പറയുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച അമേരിക്ക ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്, അവർ ഇന്ത്യക്കൊപ്പമാണ് എന്ന്. മാത്രമല്ല, ചൈന പാകിസ്ഥാനെ പരോക്ഷമായി സപ്പോർട്ട് ചെയ്യുന്നതും ട്രംപ് ഭരണകൂടത്തെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ നടന്ന ഭീകരാക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് പാകിസ്ഥാൻ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടനകൾക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ഇന്ത്യ കണ്ടെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ ശേഖരിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യയുടെ അടുത്ത സുഹൃത്ത് രാജ്യങ്ങൾക്ക് ഇത് കൈമാറാൻ പോലും സാധ്യതയുണ്ട്. കാരണം അവർ മനസ്സിലാക്കണം പാകിസ്ഥാൻ എന്താണെന്നുള്ളത്. അതിനു പുറമെ ഓരോ രാജ്യങ്ങൾക്കും ഇന്റലിജൻസ് ഏജൻസികളുണ്ട്. ആ ഏജൻസികളുടെ നിരീക്ഷണത്തിൽ ഇതിന്റെ പുറകിൽ ആരാണ് എന്ന് അവർക്കും മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഒരു കാര്യം ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്, അമേരിക്ക സത്യം അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് തുറന്നുള്ള ഒരു സപ്പോർട്ട് ഇന്ത്യക്ക് ലഭ്യമാവുന്നത്. കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിലെ താൽക്കാലിക അംഗങ്ങളുമായിട്ട് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സംസാരിച്ചിരുന്നു. ഡാനിഷ്, ഡെൻമാർക്ക്, അൾജീരിയ, ഗ്രീസ്, ഗയാന, പനാമ, സ്ലൊവേനിയ, അതുപോലെ സിയറ ലിയോൺ, സൊമാലിയ എന്നിവിടങ്ങളുടെ മന്ത്രിമാർ, വിദേശകാര്യ മന്ത്രിമാർ ഇന്ത്യക്ക് പിന്തുണയും അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു ആക്രമണത്തിന്റെ പുറകിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തി ശിക്ഷിക്കാൻ ഇന്ത്യക്ക് എല്ലാ പിന്തുണയും ഈ രാജ്യങ്ങൾ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അമേരിക്കയും ഇക്കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഇന്ത്യയുടെ ആ ഒരു നടപടിക്കൊപ്പമാണെന്ന്. മാത്രമല്ല, ട്രംപ് ഈ അടുത്തിടെ പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്, ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ അതിന്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരും എന്നൊരു സ്റ്റേറ്റ്മെന്റ് കൂടി ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് ഊഹിക്കാം, ഇന്ത്യയുടെ പുറകില് റഷ്യയും അമേരിക്കയും ഫ്രാൻസും യൂറോപ്യൻ രാജ്യങ്ങളും മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളും ഒക്കെ ഉണ്ട്. പാകിസ്ഥാന്റെ ഭീകരവാദം ഇനിമേൽ വെച്ചു പൊറിപ്പിക്കാൻ ഇവരാരും ആഗ്രഹിക്കുന്നില്ല. എന്ന് വെച്ചാൽ പാകിസ്ഥാൻ ഭീകരവാദം നടത്തുന്നുണ്ട് എന്നുള്ളത് വളരെ മുമ്പ് തന്നെ ഈ രാജ്യങ്ങൾക്ക് അറിയാമായിരുന്നു. പക്ഷെ ഇന്ത്യ ഇന്ന് അത് അന്താരാഷ്ട്ര വിഷയമായി ഉയർത്തിക്കൊണ്ടു വന്നതിനോടൊപ്പം ഇന്ത്യയുടെ ഒരു ആഗോള തലത്തിലുള്ള ഒരു വളർച്ച, ഒരു സ്വാധീനം ഈ വിഷയത്തിൽ ഇന്ത്യക്കൊപ്പം നിൽക്കാൻ വിവിധ രാജ്യങ്ങളെ പ്രേരിപ്പിച്ചിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എന്തായാലും പാകിസ്ഥാനിൽ വലിയ നിരാശ പ്രകടമാണ്. അവരുടെ പ്രാദേശിക മാധ്യമങ്ങളിലെല്ലാം തന്നെ അമേരിക്ക അവർക്കൊപ്പമല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ലേഖനങ്ങൾ വരുന്നുണ്ട്. ഇത് പാകിസ്ഥാന്റെ നയതന്ത്ര പരാജയമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കുറ്റപ്പെടുത്തലുകളും വന്നു തുടങ്ങിയിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.